മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്നറിയാം. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും തുടരുമെന്ന സൂചനകൾ വരുന്നു. ബി.ജെ.പി. മന്ത്രിമാർക്ക് തന്നെയായിരിക്കും സുപ്രധാന വകുപ്പുകൾ. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമ വിദേശകാര്യ സഹമന്ത്രി ആയേക്കും എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വൈകിട്ട് 5 മണിക്ക് നരേന്ദ്രമോദിയുടെ വസതിയിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും എന്ന വിവരവും വരുന്നുണ്ട്. ബൽറാം തുടരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അതായത് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രമേ ഈ സർക്കാരിനെ ഭരിക്കാൻ കഴിയൂ. അപ്പോൾ പോലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈവശം വയ്ക്കുക ബി.ജെ.പി. തന്നെയായിരിക്കും എന്ന സൂചനകൾ ഇന്നലെ വന്നിരുന്നു. അത് ശരിവെക്കുന്നതായിരിക്കുമോ വകുപ്പ് വിഭജനം? കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രധാന വകുപ്പുകളെല്ലാം തന്നെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ കൈകാര്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്കാണ് ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. ഇത് ഘടകകക്ഷി നേതാക്കളുമായി പ്രാഥമികമായി നടത്തിയ ആശയവിനിമയത്തിൽ ഇക്കാര്യം ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം തന്നെയാണ് ബി.ജെ.പി. ദേശീയ നേതാക്കൾ പ്രകടിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള 5 പ്രധാന വകുപ്പുകൾ, പ്രതിരോധം, ആഭ്യന്തരം, ധനമടക്കമുള്ള 5 വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യും. മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായി തന്നെ തുടരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷാ തന്നെ തുടർന്നേക്കും. ധനകാര്യ മന്ത്രി അടക്കമുള്ള പ്രധാന വകുപ്പുകൾ എല്ലാം തന്നെ ബി.ജെ.പിയുടെ പ്രധാന നേതാക്കൾ, കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന നിർമ്മല സീതാരാമൻ അടക്കമുള്ള മന്ത്രിമാർ തന്നെ കൈകാര്യം ചെയ്യും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പീയൂഷ് ഗോയലിന്റെ വകുപ്പ് ധനം ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തുന്നു എന്ന വിവരമാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ആർ.എസ്.എസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസം, സാംസ്കാരികം എന്നീ വകുപ്പുകൾ, ഇത് രണ്ടും ബി.ജെ.പി. അംഗങ്ങൾ തന്നെ കൈവശം വെക്കും എന്നുമുള്ള വിവരമാണ് ബി.ജെ.പി. നേതാക്കൾ നിന്നും ലഭിക്കുന്നത്. മറ്റു വകുപ്പുകൾ, റെയിൽവേ വകുപ്പാണ് ബി.ജെ.പിക്ക് കൈവശം നിലനിർത്താൻ താല്പര്യമുള്ള ഒരു വകുപ്പ്. എന്നാൽ ഇതിന് 3 ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ടി.ഡി.പി, ഒപ്പം തന്നെ ജെ.ഡി.യു, കൂടാതെ രാംവിലാസ് പാസ്വാന്റെ എൽ.ജെ.പി എന്നീ 3 പാർട്ടികളാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ചിരാഗ് പാസ്വാന് ഊർജ വകുപ്പായിരിക്കും ലഭിക്കുക എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ അങ്ങനെയെങ്കിൽ ജെ.ഡി.യുവിന് വിട്ടു നൽകിയേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന വിവരം ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ ഈ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ബൽറാം, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കീ വകുപ്പുകൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോർട്ട്ഫോളിയോസ് ബി.ജെ.പി. നേതാക്കൾ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അതിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ്. ഇനി ബൽറാം, നമ്മുടെ മലയാളികളായ 2 കേന്ദ്ര സഹമന്ത്രിമാരുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം? സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിന്റെ ചുമതല നൽകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. ന്യൂനപക്ഷ ക്ഷേമവും വിദേശകാര്യവും ആയിരിക്കും സഹമന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യേണ്ടി വരിക എന്ന വിവരമാണല്ലോ വരുന്നത്. അത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ താനുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും ഉണ്ടായിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ് ലഭിച്ചേക്കും എന്ന ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള പ്രധാന വകുപ്പുകൾ RSSന്റെ കൃത്യമായി തന്നെ RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കളാണ് കഴിഞ്ഞ കാലങ്ങളിൽ വാജ്പേയിയുടെ കാലത്തും 1-2 നരേന്ദ്രമോദി സർക്കാരുകളുടെ കാലത്തും ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്ത പതിവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരെല്ലാമായിരിക്കും ഈ വകുപ്പുകളിൽ ഉണ്ടാകുക എന്നതുമായി ബന്ധപ്പെട്ട പാർട്ടി വൃത്തങ്ങളിൽ നിന്നും കൃത്യമായ സൂചനകൾ, വിവരം ലഭിക്കേണ്ടതുണ്ട്. പാർട്ടി ആ വകുപ്പുകൾ, ഈ സാംസ്കാരികം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. സുരേഷ് ഗോപിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തത ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതേസമയം ജോർജ് കുര്യന് ന്യൂനപക്ഷം വകുപ്പ്, ഒപ്പം തന്നെ വിദേശകാര്യ വകുപ്പ് എന്നിവയുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം നിലവിൽ തന്നെ അദ്ദേഹത്തിന് ഈ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം വഹിക്കുന്ന വി മുരളീധരൻ, അദ്ദേഹം മലയാളിയാണ്. കൂടാതെ ഒട്ടേറെ പ്രവാസികൾ കേരളത്തിൽ നിന്നുണ്ട്, ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലായി ഉണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉള്ള പ്രവാസികൾ
മന്ത്രികളും കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ച് പരിചയമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗവുമായി അടുക്കാൻ ഒരു അവസരം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് വകുപ്പുകളും സംയോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ജോർജ് കുര്യന് ഈ രണ്ട് വകുപ്പുകളുമായിരിക്കും ലഭിക്കുക. ഈ രണ്ട് വകുപ്പുകളുടെയും സഹമന്ത്രി സ്ഥാനമായിരിക്കും ലഭിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി നേരിട്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് BJP ദേശീയ നേതാക്കളിൽ നിന്നും ഒപ്പം തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നീ രണ്ട് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. പ്രധാനപ്പെട്ട കീ പോർട്ട്ഫോളിയോസ് ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ പോകുന്നത് BJPയിലെ മുതിർന്ന നേതാക്കൾ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. റെയിൽവേ മന്ത്രാലയം, റെയിൽവേ വകുപ്പ് ആരായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന കാര്യത്തിൽ അവ്യക്തതകൾ തുടരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അഭ്യൂഹങ്ങൾ പരക്കെ ഉണ്ട്. അതിലൊന്ന് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയായിരിക്കും സുരേഷ് ഗോപിക്ക് എന്നാണ്. മറ്റൊന്ന് ന്യൂനപക്ഷ ക്ഷേമ വിദേശകാര്യ സഹമന്ത്രിയായിട്ടായിരിക്കും ജോർജ് കുര്യന് ഈ സർക്കാരിൽ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യത്തിലൊക്കെയുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. അതിന്റെ സൂചനകൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.